ഹലോ, ഇന്നത്തെ വീഡിയോ നമ്മുടെ മെയ് മന്ത്ലി പ്ലാനറാണ് കേട്ടോ. ഏപ്രിൽ മന്തിൽ നമുക്ക് ആ പ്ലാനർ വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മെയ്യിലെ മന്ത്ലി പ്ലാനറാണിത്. ഇത് നമ്മൾ ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കവർ പേജ് ഡിസൈനിങ്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഓരോ പേജും ഡിസൈൻ ചെയ്യുന്നത് എടുത്തിട്ടില്ല. പകരം ഓരോ പേജിലും എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് പേജിൽ കൊടുത്തിരിക്കുന്നത്, കവർ പേജിൽ കൊടുത്തിരിക്കുന്നത് ഒരു ഫ്ലോറൽ ഡിസൈനാണ്. പിന്നെ ഇത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാട്ടർ കളറും ജെൽ പെന്നും ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വാട്ടർ കളറിൽ പിങ്ക് ഷെയ്ഡാണ് ഈ ഫ്ലവറിന് കൊടുത്തിട്ടുള്ളത്. പിങ്കിൽ ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും അതുപോലെ തന്നെ ഒരു ഡാർക്ക് ടോൺ ചേർന്ന ഒരു ലാവൻഡർ ഷെയ്ഡ് ചേർന്ന ഒരു പിങ്കും കൂടിയിട്ടാണ് ആ ഫ്ലവർ ഡിസൈൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചെയ്ത സമയത്ത് ഞാനൊരു ഔട്ട്ലൈൻ കൊടുത്തിട്ട് അതിൻ്റെ മീതെയാണ് ഈ വാട്ടർ കളർ കൊടുത്തത്. പിന്നീട് ജെൽ പെൻ കൊണ്ട് ഒന്നുകൂടി ഒന്ന് ഔട്ട്ലൈൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ആ ലീവ്സ് ചെയ്ത സമയത്തും ലൈറ്റ് ഷെയ്ഡ് ആദ്യം കൊടുത്തതിന് ശേഷം അതിൻ്റെ മീതെ ഡാർക്ക് ഷെയ്ഡിലുള്ള ഗ്രീൻ കൊടുക്കുകയും പിന്നീട് നമ്മൾ ജെൽ പെൻ കൊണ്ട് ഔട്ട്ലൈൻ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മുടെ നെക്സ്റ്റ് പേജിലേക്ക് പോവാം. ഇത് മുതലാണ് നമ്മുടെ പ്ലാനർ ശരിക്കും പറഞ്ഞാൽ തുടങ്ങേണ്ടത്. മിക്കവാറും എല്ലാ പ്ലാനറിലും നമ്മൾ കൊടുക്കാറുള്ളത് പോലെ തന്നെ ഒരു കലണ്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ മന്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കാനുള്ള ഒരു കലണ്ടറാണ് മെയ് മന്തിലെ കലണ്ടർ. പിന്നെ ആ ഒരു ഫ്ലോറൽ തീം ഇവിടെയും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലവർ അവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ചെയ്ത സമയത്ത്, ഇന്നലെ രാത്രിയാണ് ഞാനിത് ചെയ്തത്. ഇത് ചെയ്ത സമയത്ത് ഒരുപാട് മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ടായിരുന്നു. കോളംസ് ഒക്കെ വരച്ചപ്പോൾ കുറച്ച് മിസ്റ്റേക്സ് പറ്റിയിട്ട് പിന്നീട് ഒരു കോളം മാറ്റേണ്ടി ഒക്കെ വന്നു. അപ്പോൾ അങ്ങനെ മാറ്റേണ്ടി വന്നപ്പോൾ വീണ്ടും ഒരു പേജിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഈ പേജ് ശരിക്കും പറഞ്ഞാൽ ആകെപ്പാടെ കോളമായിട്ടുണ്ട്. അതുകൊണ്ട് കോളംസ് ഒക്കെ വരക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ നോക്കിയിട്ട് തന്നെ ചെയ്യുക, കലണ്ടറൊക്കെ നോക്കിയിട്ട് തന്നെ ചെയ്യുക. പിന്നെ ഇത് നമ്മൾ ഡോട്ടഡ് നോട്ട്ബുക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കോളംസ് വരക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സ്കെയിലിൻ്റെ ആവശ്യമില്ലാണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് വരച്ചെടുക്കാൻ പറ്റും. സൈഡിലായിട്ട് ഗോൾസ് എഴുതാനുള്ളൊരു സ്പേസാണ് കൊടുത്തിട്ടുള്ളത്. മന്ത്ലി ഗോൾസ് ആണ് അവിടെ എഴുതി വയ്ക്കാനായിട്ട് പറ്റുന്നത്. ഓരോ മാസവും നമ്മൾ ചെയ്തു തീർക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അവിടെ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. പ്രയോറിറ്റൈസ് ചെയ്ത് 1 to എത്രയാണോ നിങ്ങൾക്ക് എഴുതാനുള്ളത് അത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതി വയ്ക്കാനുള്ളൊരു സ്ഥലമുണ്ട് അവിടെ. അപ്പോൾ ഈ ഒരു പേജ് ഡിസൈൻ ചെയ്ത സമയത്ത് ഞാനിതിന് കളർ കോമ്പിനേഷനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ലൈറ്റ് ഗ്രീനും പിന്നെ പിങ്കും ആണ്. നമ്മുടെ ആ ഫ്ലവറുമായിട്ട് ഒന്ന് ചേർന്ന് പോകുന്ന രീതിയിലുള്ള കളേഴ്സാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു മിനിമലായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാ പേജസിലും നമ്മൾ ഇതേ കളർ കോമ്പിനേഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് പേജിലേക്ക് വരുമ്പോൾ ഡെയിലി പ്ലാനിങ്ങിലുള്ള സ്പേസാണ് അവിടെ ഉള്ളത്. വീക്ക്ലി പ്ലാനിങ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് കൊടുത്തിട്ടില്ല. പകരം ഡെയിലി പ്ലാനിങ് എന്ന് പറഞ്ഞിട്ട് എല്ലാ ഡേറ്റ്സും എഴുതിയിട്ട് ഒരു 4 വരികൾ വീതം താഴെ കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് നമുക്ക് ആ ദിവസത്തെ ടു ഡു ലിസ്റ്റ് എഴുതി വെക്കാനുള്ള ഒരു സ്പേസ് ആയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. വീക്ക്ലി സ്പ്രെഡായിട്ട് സെപ്പറേറ്റ് കൊടുക്കാത്തത് കൊണ്ട് വീക്ക്ലി ഗോൾസ് എഴുതാനുള്ള സ്പേസ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഡെയിലി ടു ഡു ലിസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് പേജസിലായിട്ട് ഓരോ ഡേയ്സും, അതായത് ഒരു വീക്കിൽ എത്ര ദിവസമാണോ വരുന്നത് അങ്ങനെ ഒരു 5 ആഴ്ചയായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ആഴ്ചത്തെയും ആ ദിവസങ്ങൾ സെപ്പറേറ്റ് പേജസിലായിട്ട് എഴുതി കഴിഞ്ഞാൽ അതൊരു വീക്ക്ലി സ്പ്രെഡ് പോലെ ആവും. വേണമെങ്കിൽ സൈഡിലായിട്ട് വീക്ക്ലി ഗോൾസ് എഴുതാനും കുറച്ച് സ്ഥലം കൊടുക്കാം. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡെയിലി ടു ഡു ലിസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഈ ഒരു പേജിനെ നമുക്ക് ഉപയോഗിക്കാം. ചില പ്ലാനേഴ്സിൽ ഞാൻ വീക്ക്ലി പ്ലാനിങ്ങും അതുപോലെ തന്നെ ഡെയിലി പ്ലാനിങ്ങും ഒന്നും കൊടുക്കാറില്ല. കാരണം ഞാൻ വേറെ പ്ലാനേഴ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കാത്തത്. അപ്പോൾ ഈ ഒരു പ്ലാനറിൽ ഇങ്ങനെ ടു ഡു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ 31 ഡേയ്സും എഴുതിയതിന് ശേഷം അതിൻ്റെ സൈഡിലായിട്ട് റിമൈൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് 2-3 കോളംസ് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ആ മാസം പ്രത്യേകിച്ച് ഓർത്ത് വയ്ക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഓർത്ത് വെക്കാനായിട്ട്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ഈ സ്ഥലം നമുക്ക് ഉപയോഗിക്കാം. ഫ്ലവേഴ്സ് ഒഴികെയുള്ള ഈ പ്ലാനറിൻ്റെ ഉള്ളിലെ പേജുകളിലൊക്കെ കളർ കൊടുക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ബ്രഷ് പെൻസ് തന്നെയാണ്. ഇനി കയ്യിൽ ബ്രഷ് പെൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ വാട്ടർ കളർ വെച്ചിട്ട് ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ട് ഏതെങ്കിലും ലൈറ്റ് ഷെയ്ഡ്സ് വെച്ചിട്ട് കോമ്പിനേഷൻ പോലെ ഇങ്ങനെ കളർ കൊടുത്താലും മതിയാകും. എളുപ്പം ബ്രഷ് പെൻസ് യൂസ് ചെയ്യുന്നതാണ് എന്ന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് പേജിലേക്ക് വരുമ്പോൾ ഹാബിറ്റ് ട്രാക്കറാണ്. നമ്മുടെ വീഡിയോസ് കാണുന്ന ആളുകൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. എല്ലാ പ്ലാനേഴ്സിലും ഉൾപ്പെടുത്താറുള്ളൊരു കാര്യമാണ് ഹാബിറ്റ് ട്രാക്കർ. അപ്പോൾ ഇത്തവണ ഞാൻ ട്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 6 ഹാബിറ്റ്സ് റീഡിങ്, ആർട്ട്, എക്സസൈസ്, ജേർണലിങ്, ലേണിങ്, പിന്നെ സ്ക്രീൻ എന്ന് കൂടി കൊടുത്തിട്ടുണ്ട്. സ്ക്രീൻ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് സ്ക്രീൻ ടൈം 1.5 hours ആയിട്ട് റെഡ്യൂസ് ചെയ്യണം എന്ന് നമ്മൾ ഗോൾസിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. അപ്പോൾ ആ ഗോളിൻ്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും ഈ ടൈമിൽ തന്നെയാണോ ഞാൻ, ഇത്രയും നേരം തന്നെയാണോ ഞാൻ സ്ക്രീൻ ഉപയോഗിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതൊരു ട്രാക്കർ പോലെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്പേസ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ 6 ഹാബിറ്റ്സ് ആണ് ട്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് എഴുതാനുള്ളൊരു സ്പേസാണുള്ളത്. ഈ മാസം എനിക്ക് ഗ്രേറ്റ്ഫുള്ളായിട്ട് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ എഴുതി വയ്ക്കാനുള്ള കുറച്ച് സ്പേസും കൂടിയാണ് അവിടെ ഉള്ളത്. പിന്നെ നമ്മൾ മുന്നേ ഫ്ലോറൽ ഡിസൈൻ ചെയ്തതുകൊണ്ട് അവസാനത്തെ പേജിലേക്ക് വരുമ്പോഴും ഫ്ലോറൽ ഡിസൈൻ ഇവിടെ കണ്ടിന്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ധൃതിയിൽ ചെയ്തതുകൊണ്ട് തന്നെ
അതൊന്ന് സ്പ്രെഡായി പോയിട്ടുണ്ട്. ഉണങ്ങുന്നതിന് മുന്നേ തന്നെ അവിടെ നമ്മൾ കൈവച്ച് വീണ്ടും അടുത്ത എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വാട്ടർ കളർ സ്പ്രെഡ് ആവും. അപ്പോൾ നമ്മൾ ഉണങ്ങിയിട്ട് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ മാസത്തെ മന്ത്ലി പ്ലാനർ. പിന്നെ നമ്മുടെ സ്ഥിരം വ്യൂവേഴ്സിന് ഒരുപക്ഷെ അറിയാൻ പറ്റും, ഇത് ഡോട്ടഡ് നോട്ട്ബുക്കാണ്. കട്ടിയുള്ള പേജസ് ആയതുകൊണ്ട് തന്നെ വാട്ടർ കളർ ഉപയോഗിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പുറത്തെ പേജിലേക്ക് സ്പ്രെഡ് ആവുന്ന പ്രശ്നമൊന്നും വരുന്നില്ല. ഇനിയിപ്പോൾ പരിചയമില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, ഈ ഡോട്ടഡ് നോട്ട്ബുക്ക് നിങ്ങൾ വാങ്ങിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. സാധാരണ ഏതെങ്കിലും ഒരു നോട്ട്ബുക്കിൽ ചെയ്താലും മതി. വാട്ടർ കളറിന് പകരം അത്ര സ്പ്രെഡ് ആവാത്ത കളർ പെൻസിൽസോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. സ്കെച്ച് പെൻ ഉപയോഗിക്കേണ്ട, സ്കെച്ച് പെൻ ഉപയോഗിച്ചാലും ബ്ലീഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കളർ പെൻസിൽസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് നീറ്റായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്ലാനിങ് വീഡിയോ. അടുത്ത നല്ലൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം. ബൈ.